സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഒരു എൻട്രി ലെവൽ ജോബ് നേടാൻ ആഗ്രഹമുണ്ട്. അതായത് ജൂനിയർ പ്രോഗ്രാമറും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും ഡോക്യുമെന്റേഷനും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിസൈനും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു എൻട്രി ലെവൽ ജോബ്. അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ വളരെ എക്സ്പേർട്ട് ആവാൻ ആഗ്രഹമുണ്ട്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വളരെ മനോഹരമായിട്ട് പല മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിരവധി തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. അതിനാഗ്രഹമുണ്ട്. പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും HTML ജാവാസ്ക്രിപ്റ്റും എല്ലാം വെച്ചുകൊണ്ട് പ്രോജക്റ്റ് ഉൾപ്പെടെ ചെയ്തു തീർക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിനെല്ലാം പുറമെ ഒരു നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് വേണം എന്നും ആഗ്രഹമുണ്ടെങ്കിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ വർഷം മുതൽ ആരംഭിച്ച ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന കോഴ്സിൽ മേഖലയിൽ പെട്ടെന്ന് തന്നെ ഒരു തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വന്നു ചേരാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കോഴ്സിന്റെ പ്രത്യേകതകളെ പറ്റി നമുക്ക് അറിയാം. ഈ കോഴ്സിൽ ഹയർ സെക്കൻഡറി സയൻസ് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം ഇതിനകത്തുണ്ട്. കൂടാതെ ഇതിനകത്ത് കമ്പ്യൂട്ടറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ നിരവധി പ്രോഗ്രാമിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തും റോബോട്ടിക്സിനകത്തും അതുപോലുള്ള വലിയ പുതിയ കാര്യങ്ങൾക്ക് എല്ലാത്തിനകത്തും ഉപയോഗിക്കുന്ന പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു നാഷണൽ ലെവൽ, അതായത് ലോകത്ത് മുഴുവൻ അംഗീകാരമുള്ള, ലോകമെമ്പാടും അംഗീകാരമുള്ള നാഷണൽ ലെവൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾക്ക് നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വന്ന് ചേരാൻ കഴിയും. ഈ കോഴ്സിന്റെ പ്രത്യേകതകളെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻ എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആദ്യമുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, പൈത്തോൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിലുള്ളത്. സെക്കൻഡ് ഇയറിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് പൈത്തോൺ പ്രോഗ്രാമിംഗ് ഉണ്ട്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് മോസ്റ്റ് മോഡേൺ കോഴ്സാണ് ഈ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ ഒരു കോഴ്സിന് ഈ തൊഴിൽ സാധ്യതകൾ മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് സയൻസ് ബാച്ച് കഴിഞ്ഞു പോകുന്ന ഏത് ബിടെക് കോഴ്സിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് BVOC എന്ന് പറയുന്ന പുതിയ കോഴ്സുകളുടെ ശ്രേണിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സാധാരണ BSc മാത്സ്, BSc ഫിസിക്സ് അങ്ങനെയൊക്കെയുള്ള ഏത് കോഴ്സിനും ചേരാം. ഒപ്പം BSc കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു കോഴ്സിന്റെ മുമ്പിലുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടിക്ക് പഠിക്കുന്ന സെയിം സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു നാഷണൽ ലെവൽ സ്കിൽ സർട്ടിഫിക്കറ്റ് NSQ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ലെവൽ 4 സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോഴെങ്ങനെയാ, റെഡിയല്ലേ? ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും
ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിക്കുന്നതിലൂടെ കുട്ടി ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന ജോബ് റോളിൽ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഇനി ആരാണ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് അഥവാ ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒരു ദന്താശുപത്രിയിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ദന്ത ഡോക്ടറെ സഹായിക്കുന്നതാണ് പ്രധാന ഉത്തരവാദിത്വം. ആയതിനു വേണ്ടിയുള്ള എല്ലാ നൈപുണ്യങ്ങളും ഈ കോഴ്സ് വഴി കുട്ടി സ്വായത്തമാക്കുന്നു. ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ റിസപ്ഷൻ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആകുന്നതിനും രോഗികളോട് നന്നായി പെരുമാറാനുമുള്ള പരിശീലനം ലഭിക്കുന്നു. ചികിത്സയ്ക്കായി ഡെൻ്റൽ ക്ലിനിക് ഒരുക്കുന്നതിനും രോഗിയെ ചികിത്സയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ലഭിക്കുന്നു. ക്ലിനിക്കിൻ്റെയും ഉപകരണങ്ങളുടെയും അണുനശീകരണ പ്രക്രിയയെക്കുറിച്ച് ഗാഢമായ അവബോധം ഈ കോഴ്സ് ചെയ്യുന്നത് വഴി കുട്ടിക്ക് ലഭിക്കുന്നു. ദന്തചികിത്സയിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ, പദാർത്ഥങ്ങൾ എന്നിവയെക്കുറിച്ചും അവ ചികിത്സയ്ക്ക് വേണ്ടി സജ്ജമാക്കുന്നതിനുമുള്ള നൈപുണ്യം നേടുന്നു. പല്ലിൻ്റെയും താടി എല്ലുകളുടെയും എക്സ്റേ എടുക്കുന്നതിന് വേണ്ട പ്രാവീണ്യം സിദ്ധിക്കുന്നു. നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവ സൂക്ഷിക്കുന്നതിനും വേണ്ട വൈദഗ്ധ്യം ലഭിക്കുന്നു. ഡെൻ്റൽ അസിസ്റ്റൻ്റ് ഒരു റിലേഷൻസ് മാനേജർ കൂടിയാണ്. രോഗികളുമായും മറ്റും നിരന്തരമായി ഇടപെടുന്നതിന് വേണ്ട സോഫ്റ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അവർ ഈ ട്രെയിനിങ്ങിലൂടെ ആർജിക്കുന്നു. രോഗികളിലും മറ്റും ശരിയായ ദന്ത അവബോധമുണ്ടാക്കുവാനും ഡെൻ്റൽ ക്യാമ്പുകളും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുകളും നടത്തുവാനും ഈ കോഴ്സ് പഠിക്കുന്നത് വഴി പ്രാപ്തരാകുന്നു. ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സിൻ്റെ കോഡ് നമ്പർ 23, സെക്ടർ ഹെൽത്ത് കെയർ. ഇതുവഴി ലഭിക്കുന്ന ജോലി ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. സബ്ജക്ട്സ് ടു ബി സ്റ്റഡീഡ്, അതായത് ഏതെല്ലാം വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. ഡെൻ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വൊക്കേഷണൽ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷ് എന്നീ കമ്പൽസറി സബ്ജക്റ്റുകളാണ്. കൂടാതെ കുട്ടിക്ക് വേണമെങ്കിൽ അഡീഷണലായി മാത്തമാറ്റിക്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഈ കോഴ്സിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ എന്തെല്ലാം? ഇതിന് ശേഷം ഡെൻ്റൽ കോളേജുകളിൽ നടത്തുന്ന ഡിപ്ലോമ കോഴ്സസായ ഡെൻ്റൽ ടെക്നീഷ്യൻ, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്ക് തുടർ പഠന സാധ്യതയുണ്ട്. കൂടാതെ കുട്ടിക്ക് താല്പര്യമുള്ള ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസായ MBBS, BDS, BSc നഴ്സിംഗ് തുടങ്ങിയവയിലേക്കും പോകാവുന്നതാണ്. കേരളത്തിലെ 5 സ്കൂളുകളിലാണ് ഈ വർഷം ഈ കോഴ്സ് ഉള്ളത്. അതിൽ തിരുവനന്തപുരത്ത് PGM VHSS ഫോർ ഗേൾസ് പുല്ലാമല, പത്തനംതിട്ടയിൽ KR KPM VHSS കടമ്പനാട്, കോഴിക്കോട് REC GVHSS ചാത്തമംഗലം, GVHSS കുറ്റിച്ചിറ എന്നീ സ്കൂളുകളിലും കണ്ണൂരിൽ GVHSS പുളിങ്ങോമിലുമാണ് ഈ കോഴ്സ് ഉള്ളത്. ഹലോ ഡിയർ പേരൻസ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഡോക്ടർ രാജഗോപാൽ. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറി ഫാമ ഓൺട്രപ്രണർ കോഴ്സിൻ്റെ വൊക്കേഷണൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്ന സമയമാണ്. എന്തിന് ചേരാൻ, അടുത്തത് ഏത് ഹയർ സെക്കൻഡറി വേണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേണോ, ഡിപ്ലോമ കോഴ്സസ് വേണോ, അങ്ങനെ ആകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. ഇപ്പോൾ പുതിയൊരു വാക്കുകൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, NSQF. എന്താണ് ഈ NSQF? നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ് NSQFന്റെ ഫുൾ ഫോം. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനോടൊപ്പം തന്നെ സ്കിൽ എഡ്യൂക്കേഷൻ കൂടി നേടിയെടുക്കാൻ ഈ NSQFൽ സാധിക്കുന്നു. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലും അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ജോലി സാധ്യതകളും ഓപ്ഷൻസും അല്ലെങ്കിൽ ഹയർ സ്റ്റഡി ഓപ്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ VHSCയിലാണ് ആദ്യമായിട്ട് ഈ NSQF കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ഒത്തിരി കോഴ്സസിന്റെ കൂടെ തന്നെ ഉള്ള ഒരു കോഴ്സാണ് ഡയറി ഫാമ ഓൺട്രപ്രണർ കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ കോഴ്സിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? നേരത്തെ പറഞ്ഞു, ഹയർ സെക്കൻഡറിയോടൊപ്പം തന്നെ സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ 4 വിഷയങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന അതേ സിലബസ്, അതേ പുസ്തകം, ഒരേ പരീക്ഷ എല്ലാം സെയിം ആണ്. അതിനോടൊപ്പം തന്നെ പുതിയൊരു വിഷയം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയും. സംരംഭത്വ വികസനം എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള
വാക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു വ്യവസായം എങ്ങനെ തുടങ്ങാമെന്നും അതിനെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാമെന്നും ഒക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ED. അതിനോടൊപ്പം തന്നെ വൊക്കേഷണൽ സബ്ജക്ട് അല്ലെങ്കിൽ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൊക്കേഷണൽ സബ്ജക്റ്റ് ആണ്. ആ വൊക്കേഷണൽ സബ്ജക്റ്റിനെ തന്നെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ട് രണ്ട് സെക്ഷൻസ് ഉണ്ട്. അത് വൊക്കേഷണൽ സ്കിൽസ് ഉണ്ട്, എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ട്. വൊക്കേഷണൽ സ്കിൽസിനകത്താണ് നമ്മൾ ഡയറി ഫാം, പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഡയറി ഫാമർ ഓൺടർപ്രണർഷിപ്പ്. ഡയറി ഫാമിംഗ് ആണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. അത് ഓൺടർപ്രണർഷിപ്പ് കൂടി കുറച്ച് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ഡയറിങ് ആണ് അതിനകത്ത് കൂടുതലായിട്ടും പഠിക്കുന്നത്. പിന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ്, നമുക്കൊരു ജോലിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് നോളജ് മാത്രം പോരാ, മറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ഓൺടർപ്രന്യൂറൽ സ്കിൽസ് വേണം, ഗ്രീൻ സ്കിൽസ് വേണം. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്ന എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതും ഈ സ്കിൽ എഡ്യൂക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസം? മാത്തമാറ്റിക്സ് നമ്മുടെ സയൻസ് സ്ട്രീം ആണ് DFE എന്ന് പറയുന്ന കോഴ്സ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഇല്ലാത്ത ഒരു സ്ട്രീമാണ്. അപ്പൊ മാത്സിന് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും ഈ സ്ട്രീം. എഞ്ചിനീയറിംഗ് എഴുതണമെന്ന് ആവശ്യമുള്ളവർക്ക് മാത്സ് ഒരു അഡീഷണൽ ഓപ്ഷൻ ആയിട്ട് എടുത്ത് പഠിക്കാനുള്ള സൗകര്യവും ഉണ്ട്. പക്ഷെ ക്ലാസ്സസ് കാണില്ല, പക്ഷെ പരീക്ഷയൊക്കെ എഴുതാം. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഇല്ല. അതിന് പകരമാണ് നമ്മൾ ED എന്ന വിഷയം വരുന്നത്. ടോട്ടൽ എണ്ണം, സബ്ജക്റ്റിന്റെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല, പക്ഷെ രണ്ട് ഡിഫറൻസസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അടുത്തത് വൊക്കേഷണൽ സ്കിൽസിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്ട് ഡയറി ഫാമിംഗ് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ആദ്യമായിട്ട് അനിമൽസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. അനിമൽ ഹസ്ബൻഡറി സെക്ടറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. പിന്നെ വിവിധ ഇനങ്ങളെ കുറിച്ച്, പശുക്കളുടെ ഇനങ്ങള്, ബഫലോസിന്റെ ഇനങ്ങള്, പിന്നെ ഈ അനിമൽസിന് നമ്മൾ എങ്ങനെയാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത്, ഹൗസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഫീഡിങ് ആൻഡ് വാട്ടറിങ്ങിനെ കുറിച്ച്, ഫാം ഓപ്പറേഷൻസ്, പ്രധാനപ്പെട്ട ഫാം ഓപ്പറേഷൻസ്, ഫാമിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ റുട്ടീൻസ് ആണ് അവിടെ ഉള്ളത്, ഫോറസ്റ്റ് കൺസർവേഷൻ, തീറ്റപ്പുല്ല് എങ്ങനെ നമുക്ക് സംസ്കരിച്ച് ഉപയോഗിക്കാം, മെയിൻറ്റെയിൻ ദ ഹെൽത്തി പെർഫോമൻസ് ഓഫ് ദ അനിമൽസ്. അനിമൽസിന്റെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അനിമൽസിനെ വളർത്തുന്നത് തന്നെ പാൽ ഉൽപാദനത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് കൂട്ടാം, അതിന്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഫാം ഓട്ടോമേഷൻ, ഇപ്പൊ നമുക്ക് ഹൈടെക് ഡയറി ഫാമിങ്ങിന്റെ യുഗമാണ്. അപ്പൊ ഫാമില് പല പല മോഡേൺ ആയിട്ടുള്ള എക്വിപ്മെന്റുകൾ, സോഫിസ്റ്റിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡയറി ഫാം എക്കണോമിക്സ്, ഒരു ലാഭകരമായിട്ട് ഫാം എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം. ഇപ്പം വരവ് ചെലവ് കണക്കുകളൊക്കെ നമുക്ക് നോക്കാൻ അറിയണം. മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. നമ്മളുടെ ഫാമിൽ പല അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അനിമൽസിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും. അപ്പൊ അത്തരം സേഫ്റ്റി നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം, അപ്പൊ അതൊക്കെ നമ്മുടെ വൊക്കേഷണൽ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, NSQF കോഴ്സ് എന്ന് പറയുന്നത് നാഷണലി ആൻഡ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ഈ കോഴ്സിനോടനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്? ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കോഴ്സിന്റെ. അതായത് പല സ്കൂൾ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, പ്രത്യേകിച്ചും DFEയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫാംസ് അസോസിയേറ്റഡ് അല്ല സ്കൂളുമായിട്ട്. അതുകൊണ്ട് ഫാമിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സ്കൂൾ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫാമിലേക്ക് പോയി ഫാമിലെ ആക്ടിവിറ്റീസിൽ നേരിട്ട് കാണുകയും ഇൻവോൾവ് ആവുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്, ഇൻഡസ്ട്രിയൽ ലിങ്കേജ് ആണ് നമ്മൾ OJT എന്ന പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. അത് തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 4 ഡേയ്സും സെക്കൻഡ് ഇയറിൽ 8 ഡേയ്സും നമ്മൾ ഫാമില് അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയാണ്. പിന്നുള്ളത് PTC ആണ്, പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെന്റർ എന്ന് പറയും. ഈ കോഴ്സിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം നടത്തുകയും അതിലൂടെ കുട്ടിക്ക് ഒരു മാർക്കറ്റിംഗ് സ്കിൽസും നേരത്തെ പറഞ്ഞ ഇക്കണോമിക്സിലൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് PTC നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എക്സ്പെർട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സിനെ നമ്മൾ സ്കൂളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവർക്ക് കുട്ടികളുമായിട്ടൊരു ഇന്ററാക്ഷനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് എക്സ്പെർട്ട് ക്ലാസ്സസ്. അതുപോലെ ഫീൽഡ് വിസിറ്റ്സ് ആൻഡ് സ്റ്റഡി ടൂർസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫാമുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ ഇതിലൂടെ ഒക്കെ കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഇവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. അപ്പൊ അത്
കംപ്ലീറ്റ്ലി ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. തിയറിയേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽസ് ആണ്. അതുപോലെ തന്നെ അതിലൂടെ ഒരു സ്കിൽ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കുട്ടിയെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കോ കരിക്കുലർ പ്രോഗ്രാംസിന്റെ കുറച്ച് സ്നാപ്ഷോട്ട്സ് ആണ് നിങ്ങൾക്ക് കാണാം. കുട്ടികൾ ഫാമിൽ നിന്ന് ടീച്ചറിന്റെ ടീച്ചറിന്റെ ഹെൽപ്പോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കുട്ടികൾ ആനിമൽസുമായിട്ടൊരു എന്താ പറയണ്ടേ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നു. അതുപോലെ PTC പ്രോഗ്രാമിനനുസരിച്ച് ലാബിൽ നമ്മൾ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാപ്ഷോട്ടാണ്. ഒരു എക്സ്പെർട്ട് വന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന മറ്റൊരു സ്നാപ്ഷോട്ട്. എംപ്ലോയബിലിറ്റി സ്കിൽസിനകത്ത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ട്, ഓൺട്രപ്രന്യൂറിയൽ സ്കിൽസ് ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഗ്രീൻ സ്കിൽസ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് എങ്ങനെ സമരസപ്പെട്ടു പോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഹയർ സ്റ്റഡി ഓപ്ഷൻസ്? നേരത്തെ പറഞ്ഞു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കുട്ടിക്ക് പോകുന്ന എല്ലാ ഓപ്ഷൻസും VHSC പഠിക്കുന്ന കുട്ടിക്കും പോകാം. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആസ് എ റെഗുലർ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്. പ്രൊഫഷണൽ ഡിഗ്രീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതിയതിനു ശേഷം MBBS, PDS, BVSC, BSc അഗ്രികൾച്ചർ, ആയുർവേദ, ഹോമിയോപ്പതി ഇതൊക്കെ അവൈൽ ചെയ്യാവുന്നതാണ്. നഴ്സിംഗിന് വേണമെങ്കിൽ പോകാം. അതുപോലെ ഡിഗ്രി കോഴ്സസ്, ഫിസിക്സ് ഡിഗ്രി, കെമിസ്ട്രി, ബയോളജി, ഹ്യൂമാനിറ്റീസിലേക്ക് പോകണമെങ്കിൽ BA ഡിഗ്രി, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഫിസിയോതെറാപ്പി, പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഉണ്ട്. ഇനി യുണീക്ക് ഓപ്ഷൻസ് എന്താണ്? ഇനിയിപ്പോ ചില കുട്ടികൾക്ക് ഈ ഫീൽഡിൽ തന്നെ തുടരണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. ഡിപ്ലോമ ഇൻ ഡയറി പ്രൊഡക്ഷൻ ഉണ്ട്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ ഫീഡ് ടെക്നോളജി. ഇതെല്ലാം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് മണ്ണുത്തിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ എൻട്രൻസ് നടത്തും. എൻട്രൻസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ സെലക്ട് ചെയ്യാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് DFE കോഴ്സിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3 സീറ്റ് റിസർവേഷൻ. BVSc ആൻഡ് AH വെറ്റിനറി ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് 3 സീറ്റ് റിസർവേഷൻ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് DFE പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എത്ര പേര് എൻട്രൻസ് എഴുതുന്നുണ്ടോ അവരുടെ കൂട്ടത്തിൽ നിന്നും ടോപ്പ് റാങ്ക് വരുന്ന 3 പേർക്ക് വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടും. സാധാരണഗതിയിൽ വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ 5000 താഴെ ടീം റാങ്ക് വരുമ്പോഴാണ് കിട്ടുന്നത്. നീറ്റ് റാങ്ക് വരുമ്പോഴാണ് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ കേസിൽ നമുക്ക് ഈ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 15,000 to 30,000 റാങ്ക് വന്നവർക്ക് വരെ കിട്ടി. അപ്പൊ അങ്ങനെ അത്ര ഒരു മാർജിൻ ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വെറ്റിനറി കോഴ്സിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും DFE എന്ന് പറയുന്നത്. പിന്നെ യുണീക്ക് ജോബ് ഓപ്ഷൻസ്, ഇവിടെ ഫാം മാനേജ്മെന്റ് മിക്കവാറും എല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന നിലയിൽ ഒരു ഡയറി ഫാം തുടങ്ങാൻ ഇവർക്ക് വളരെ നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഓൺട്രപ്രനർ ലെവലിലേക്ക് ഒരു ഫാം തുടങ്ങി ഒരു ഓൺട്രപ്രനർ ലെവലിലേക്ക് ഇവർക്ക് വളരെ എളുപ്പത്തിൽ ചെന്നെത്തുവാൻ സാധിക്കും. പിന്നെ ഡിപ്ലോമ കോഴ്സസ് കൂടി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം DFE കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മണ്ണുത്തിയിലുള്ള ഡിപ്ലോമ കോഴ്സസ് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറി ഫാം മാനേജർ എന്നുള്ള നിലയിലേക്കൊക്കെ പോകാൻ സാധിക്കും. പ്രൈവറ്റ് ഫാംസിലൊക്കെ ഇവർക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ കേരളത്തിന് പുറത്ത് അവസരങ്ങൾ കേരളത്തിന് അകത്ത് അവസരങ്ങൾ കുറവാണ്. പക്ഷെ കേരളത്തിന് പുറത്ത് ഒത്തിരി അവസരങ്ങൾ ലഭിക്കും. പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് വെറ്റിനറി ഹോസ്പിറ്റൽസിലുള്ള പോസ്റ്റാണ്. വെറ്റിനറി ഹോസ്പിറ്റൽസിൽ ഹ്യൂമൻ ഹോസ്പിറ്റൽസിന്റെ നഴ്സിംഗ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. വെറ്റിനറി സർജനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പോസ്റ്റ് സാധാരണയായിട്ട് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് കുട്ടികൾക്ക് നേരത്തെ NSQF വരുന്നതിന് മുമ്പുള്ള പേരായിരുന്നു ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തേക്കുന്ന പോസ്റ്റ് ആയിരുന്നു. ഒരു ഹയർ സെക്കൻഡറി കുട്ടിക്ക് അത് എഴുതാൻ പറ്റില്ലായിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അപ്പൊ അത് ഗ്രാജുവലി നമ്മുടെ DFEയിലേക്ക് അത് വന്നു ചേരും. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇൻ നിയർ ഫ്യൂച്ചർ തന്നെ അത് ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും DFE കുട്ടികൾക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പോസ്റ്റ്.
അപ്പോൾ ഇതൊക്കെയാണ് DFA കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഗവൺമെന്റ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏറ്റവും ഉപരിയായിട്ട് ഒരു വെറ്റിനറി ഡോക്ടർ പോസ്റ്റിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡയറി ഫാമ ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയോടൊപ്പം തന്നെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഈ ഓപ്ഷൻസ് കൂടി കിട്ടുന്നുണ്ട്. അപ്പം അനിമൽസിനോട് താല്പര്യമുള്ളവരും ഈ പറഞ്ഞ വെറ്റിനറി ഡോക്ടർ ആകാൻ താല്പര്യമുള്ളവരും മറ്റ് പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു കോഴ്സാണ് ഡയറി ഫാമ ഓൺട്രപ്രനർ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ചൂസ് വൈസ്ലി. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഈ വർഷം മുതൽ തുടങ്ങുന്ന പുതിയ NSQF കോഴ്സുകളിൽ ഒന്നാണ് ഓർഗാനിക് ഗ്രോവർ. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഈ കോഴ്സിനെ കുറിച്ച് പ്രൊവിൻസ് അഗ്രി സിസ്റ്റം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഗിരീഷ് കുമാർ KG സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. പ്രസിദ്ധമായ അമേരിക്കൻ മാധ്യമ സ്ഥാപനമായ CNN-ലെ ഒരു മാധ്യമ പ്രവർത്തക, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സ്പെർട്ടായിട്ടുള്ള ജീൻ കാർപ്പർ എഴുതിയ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഫുഡ് ദ മിറാക്കിൾ മെഡിസിൻ എന്നുള്ളതാണ്. ആഹാരമാണ് ദിവ്യമായ ഔഷധം എന്നുള്ളതാണ് ആ പുസ്തകം നമ്മളോട് പറയുന്നത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോപ്പികളാണ് ആ പുസ്തകം വിറ്റഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങൾ എന്നുള്ളത്. നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറികൾ, അമിതമായ കീടനാശിനികളും മറ്റും പ്രയോഗിച്ച് മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന വിഷലിപ്തമായിട്ടുള്ള രാസവസ്തുക്കൾ, റെസിഡ്യൂവൽ ടോക്സിസിറ്റി എന്ന് പറയും, അടങ്ങിയ പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെ നമ്മൾ കഴിക്കുന്നു. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏതൊരു ഭക്ഷണ പദാർത്ഥം എടുത്തു നോക്കുക, ഏത് ഭക്ഷണ പദാർത്ഥം എടുത്താലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയതാണ്. അലോക്സാൻ, ബെൻസൈൽ പെറോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ കലർത്തി മൃദുത്വവും വെണ്മയും നൽകി വരുന്ന ധാന്യപ്പൊടികൾ, ആട്ട, അരിപ്പൊടി തുടങ്ങിയവ പാക്ക് ചെയ്ത് വരുന്ന ഉൽപ്പന്നങ്ങൾ. മീതൽ, യെല്ലോ പോലുള്ള രാസവസ്തുക്കൾ അടങ്ങി വരുന്ന കറി പൗഡറുകൾ, പാരഫിൻ വാക്സ് പോലുള്ള രാസവസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കലർത്തി വരുന്ന വെളിച്ചെണ്ണ, എണ്ണകൾ, കോൺട്രസെപ്റ്റീവ് ഹോർമോൺസ് പോലുള്ള ഹോർമോൺ നൽകി 43 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിച്ച് നമുക്ക് നൽകുന്ന ചിക്കൻ, ഇങ്ങനെ പാല്, എല്ലാ ഉൽപ്പന്നങ്ങളിലും ഇന്ന് മാരകമായ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കലർത്തുകയും അത് ഗുരുതരമായ അസുഖങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. ഇവിടെയാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രസക്തി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിന്, ഓർഗാനിക് രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളിൽ അതിനനുസൃതമായിട്ടുള്ള അവബോധം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടത്. യുവജനത ഇത് പഠിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ഇത്തരത്തിൽ വലിയ സംരംഭങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ജനങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്ന ആരോഗ്യകരമായ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള അവബോധത്തിനനുസരിച്ചുമായിട്ടുള്ള ഒരു ഉൽപ്പാദനം നൽകുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ കേവലം കൃഷി പഠിക്കലല്ല, ഇവിടെ ഒരു ആശങ്കയുള്ളത് ജൈവ രീതിയിലുള്ള കൃഷി ചെയ്താൽ നഷ്ടം വരില്ലേ എന്നുള്ളതാണ്, ഉൽപ്പാദനക്ഷമത കുറയില്ലേ എന്നുള്ളതാണ്. കീടങ്ങളും രോഗങ്ങളൊക്കെ വരികയും നമുക്ക് വിഷം വസ്തുക്കൾ പ്രയോഗിക്കേണ്ടി വരികയും ചെയ്യില്ലേ എന്നൊക്കെയുള്ള ചില ആശങ്കകളുണ്ട്. ഈ ആശങ്ക ദൂരീകരിക്കുന്നതിന് ശാസ്ത്രീയമായ രീതിയിൽ ജൈവ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു കോഴ്സാണ് ഇന്ന് അഗ്രികൾച്ചർ സെക്ടർ സ്കിൽ കൗൺസിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗാനിക് ഗ്രോവർ എന്നുള്ള കോഴ്സ്. ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കോഴ്സാണെന്ന് ഞാൻ പറയും. പഠന മേഖല: ജൈവ കർഷകൻ ജൈവ കൃഷിയിലൂടെ വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം
ഉപഭോക്താവിന് സുരക്ഷിതമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജൈവ കൃഷിക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ജൈവിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ധാരാളം സാധ്യതകളുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, ജൈവ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് എത്തിക്കുന്നതെങ്ങനെ, ജൈവ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, ജൈവ സർട്ടിഫിക്കേഷൻ, ഈ മേഖലയിലെല്ലാം ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ PKVY, അപ്പേഡ, ടീ ബോർഡ്, കോഫി ബോർഡ് മുതലായ സർക്കാർ സംവിധാനങ്ങളും നിലവിലുണ്ട്. തൊഴിൽ സ്വഭാവം. ഒരു ഓർഗാനിക് ഗ്രോവറിന് ജൈവ കൃഷിയിലൂടെയുള്ള വിള ഉൽപാദനം, ജൈവ രീതിയിൽ അവലംബിക്കേണ്ട കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ, കള നിയന്ത്രണ മാർഗങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധനവ്, ലേബലിംഗ്, സംഭരണ രീതികൾ, ജൈവ സർട്ടിഫിക്കേഷനുള്ള മാർഗങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കും. ഇവയ്ക്കു പുറമെ ഒരു കൃഷിയിടത്തിനെ എങ്ങനെ പൂർണ്ണമായും ജൈവ രീതിയിലേക്ക് ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കാം, ഒരു പുതിയ ജൈവ ബ്രാൻഡ് എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നിവയെക്കുറിച്ചും ഓർഗാനിക് ഗ്രോവറിന് ധാരണയുണ്ടായിരിക്കും. കോഴ്സ് ഘടന. ക്ലാസ് 11 പാർട്ട് എയിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയത്തിൻ കീഴിൽ 5 യൂണിറ്റുകളായി ഒരു തൊഴിൽ നേടുന്നതിനാവശ്യമായ ആശയവിനിമയ ശേഷി വികസനം, സെൽഫ് മാനേജ്മെന്റ് സ്കില്ലുകൾ, വിവര സാങ്കേതിക വിദ്യാ നൈപുണികൾ, സംരംഭകത്വ വികസന ശേഷി നൈപുണികൾ, വിവിധ സംരംഭങ്ങളിലെ ഹരിതവൽക്കരണ ശേഷി വികസനവും അഥവാ ഗ്രീൻ സ്കിൽസ് എന്നിവയും, പാർട്ട് ബിയിൽ ഓർഗാനിക് ഗ്രോവറിന് ആവശ്യമായ നൈപുണികളും പഠിതാക്കളിൽ എത്തിക്കുന്നതാണ്. ക്ലാസ് 12 പാർട്ട് എയിൽ ആദ്യ വർഷത്തിന്റെ തുടർച്ചയായ പൊതു തൊഴിൽ നൈപുണികളും പാർട്ട് ബിയിൽ പ്രത്യേക തൊഴിൽ നൈപുണികളും നൽകുന്നു. എക്സ്പേർട്ട് ഇന്ററാക്ഷൻ അതത് മേഖലയിൽ വിദഗ്ധരായവരുടെ അനുഭവജ്ഞാനം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഏറെ സഹായകരമാണ്. ഓരോ മേഖലയിലും ഇന്ന് നിലനിൽക്കുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾ നേരിട്ട് കാണാനും അവയുടെ സാധ്യതകൾ മനസ്സിലാക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവ എങ്ങനെ തരണം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കാനായി ഓരോ വർഷവും 3 വീതം ഫീൽഡ് സന്ദർശനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്തുന്നു. മൂല്യനിർണ്ണയവും സർട്ടിഫിക്കേഷനും. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതും. ഇതിനു പുറമെ വിദ്യാർത്ഥികൾ പഠിച്ച സ്കിൽ വിഷയത്തിൽ ഒരു പ്രായോഗിക പരീക്ഷ കൂടി ഉണ്ടാകും. ഇത് അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന അസസർമാരാണ് നടത്തുന്നത്. ഇതിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഗ്രികൾച്ചർ സെക്ടർ സ്കിൽ കൗൺസിൽ നൽകുന്ന അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. NAPS നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി മിനിമം 7,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി ഇവർക്ക് വ്യത്യസ്ത തൊഴിൽശാലകളിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കുന്നതിനുള്ള അവസരവും നിലനിൽക്കുന്നു. ഉപരിപഠന സാധ്യതകൾ. ഈ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞ് ചെയ്യാവുന്ന എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. BVoc ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, BSc ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, BA or BCom ഫാഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, BPharm, LLB, ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, DPharm, BSc നഴ്സിംഗ്, BSc MLT. ഇതുകൂടാതെ എൻട്രൻസ് പരീക്ഷയിലൂടെ MBBS, BHMS, BAMS, BDS, BSc അഗ്രികൾച്ചർ, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കൂടാതെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന സ്വാശ്രയ കോഴ്സുകളായ
Integrated MSc in Biotechnology, Integrated MSc in Climatic Change Adaptations എന്നീ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അഗ്രികൾച്ചർ വിഷയങ്ങളിൽ വൊക്കേഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരള കാർഷിക സർവകലാശാല നീറ്റ് വഴി നേടുന്ന BSc അഗ്രികൾച്ചർ കോഴ്സിന് 6 സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ കോഴ്സിന് 20% സീറ്റ് അഗ്രികൾച്ചർ കോഴ്സുകൾ വൊക്കേഷണൽ വിഷയങ്ങളായി +2 തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ മാത്തമാറ്റിക്സ് കേരള ഗവൺമെന്റിന്റെ ഓപ്പൺ സ്കൂൾ സംവിധാനമായ സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇങ്ങനെ ചെയ്ത് മാത്തമാറ്റിക്സ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓർഗാനിക് ഗ്രോവർ എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകൾ താഴെ പറയുന്നതാണ്: ഓർഗാനിക് ഫാമർ, ഓർഗാനിക് ഫാം മാനേജർ, ഓർഗാനിക് മാനുവർ പ്രൊഡ്യൂസർ, ഓർഗാനിക് സർട്ടിഫൈയിങ് ഏജന്റ്, ഓർഗാനിക് എക്സ്പോർട്ടർ, ഓർഗാനിക് നഴ്സറി മാനേജർ, ഓർഗാനിക് ഫാം ഡിസൈനർ, ഓർഗാനിക് ഫീൽഡ് സൂപ്പർവൈസർ, ഓർഗാനിക് ഇൻപുട്ട് സപ്ലയർ, ഓർഗാനിക് കൺസൾട്ടന്റ്, ഓർഗാനിക് പ്രോഡക്ട്സ് സെയിൽസ് ഔട്ട്ലെറ്റ്, ബയോ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ, ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ടർ. കേരളത്തിൽ അഭ്യസ്ത വിദ്യർ ധാരാളം ഉണ്ടെങ്കിലും തൊഴിൽ നൈപുണ്യമുള്ളവരുടെ ക്ഷാമം രൂക്ഷമാണ്. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനൊപ്പം അന്താരാഷ്ട്ര അംഗീകാരമുള്ള സ്കിൽ സർട്ടിഫിക്കറ്റും നേടാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. VHSCയിൽ NSQF പാഠ്യപദ്ധതിയിൽ കോമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ബിസിനസ് കറസ്പോണ്ടന്റ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ. ഈ കോഴ്സിൽ വൊക്കേഷണൽ സബ്ജക്ട് ED, ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് എന്നീ 6 വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. പഠനത്തോടൊപ്പം നൈപുണ്യ പരിശീലനവും വിഭാവനം ചെയ്യുന്ന അന്തർദേശീയ അംഗീകാരമുള്ള NSQF പാഠ്യപദ്ധതി കേരളത്തിലെ മുഴുവൻ VHSC സ്കൂളുകളിലും ഈ വർഷം മുതൽ നടപ്പിലാക്കും. വിദ്യാർത്ഥികളുടെ പ്രായോഗിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പ്രാക്ടിക്കൽ, OJT, ഫീൽഡ് വിസിറ്റ് എന്നിവയും ചെയ്തു വരുന്നു. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനോടൊപ്പം സർക്കാർ, അർദ്ധ സർക്കാർ ജോലികൾക്ക് NSQF സർട്ടിഫിക്കറ്റ് പരിഗണിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശവും
വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും. तेरे अंदर तेरी मंजिल. പ്രിയ, ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാവരുടെയും ആശങ്ക ഇനി ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നതാണ്. പഠനശേഷം എനിക്ക് ജോലി കിട്ടുമോ, എന്ത് ജോലി കിട്ടും, എപ്പോ ജോലി കിട്ടും തുടങ്ങി കുറെ ഏത് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. എന്നാൽ അങ്ങനത്തെ ഒരു ആശങ്കയുടെയും കാര്യമില്ല. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കേരള സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം നൈപുണ്യ പരിശീലനവും നൽകുന്നുണ്ട്. കോഴ്സിന്റെ ഭാഗമായി നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും പ്രശസ്ത സ്ഥാപനങ്ങളിൽ പ്രായോഗിക പരിശീലനം നേടുന്നതിനും ബിസിനസ് മേഖലയിലെ പരിചയസമ്പന്നരുമായി സംവദിക്കുന്നതിനുമെല്ലാമുള്ള അവസരം ഒരുക്കുന്നുണ്ട്. പലതരം കോഴ്സുകൾ NSQF-ൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സാണ് സെയിൽസ് അസോസിയേറ്റ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രവേശനം നേടാവുന്ന കോഴ്സ്. വളരെ പെട്ടെന്ന് മികച്ച ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സാണ് സെയിൽസ് അസോസിയേറ്റ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ NSQF ലെവൽ 4 സർട്ടിഫിക്കറ്റ് ലഭിക്കും. കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും വിവിധ ജോലികൾക്ക് NSQF സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ സെയിൽസിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് NSQF-ന്റെ ഉയർന്ന ലെവൽ കോഴ്സുകൾ പഠിച്ച് സൂപ്പർവൈസർ, ഫ്ലോർ മാനേജർ, ഷോറൂം മാനേജർ, സെയിൽസ് മാനേജർ തുടങ്ങിയ തസ്തികകളിൽ ജോലി നേടാനും സാധിക്കും. ഇതുകൂടാതെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊമേഴ്സ് മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള BCom, BA തുടങ്ങിയ എല്ലാ ഉപരിപഠന കോഴ്സുകളിലും പ്രവേശനം നേടാനും നിങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ 25ഓളം വിദ്യാലയങ്ങളിൽ കൊമേഴ്സ് മേഖലയിൽ സെയിൽസ് അസോസിയേറ്റ് കോഴ്സ് ലഭ്യമാണ്. എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തു. നിങ്ങൾക്കും വിജയിക്കണമെങ്കിൽ സെയിൽസ് അസോസിയേറ്റ് കോഴ്സ് തിരഞ്ഞെടുക്കൂ. സ്മാർട്ട് ആകാം സെയിൽസ് അസോസിയേറ്റിലൂടെ.